ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ദൈവജനമേ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇടവക ദിനം കൂടിയായി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ആരാധനയിൽ സംബന്ധിക്കുന്നതിന് നമുക്ക് ഇടയാകുന്നതിൽ ദൈവത്തെ സ്തുതിക്കാം. ഇടവകയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളാൽ വളരെ സന്തോഷമുള്ള, ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ദിവസമാണല്ലോ. നമ്മുടെ സഭയിലെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഒടുവിൽ വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച ഷൈജു അച്ഛനുൾപ്പെടെ നമുക്കിന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വികാരി അച്ഛൻ വന്നപ്പോഴേ പറഞ്ഞു, ഇവിടെ ചില സമയവും ക്രമങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അതൊക്കെ അനുസരിച്ച് പ്രവർത്തിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു ധ്വനി വർത്തമാനത്തിൽ കേട്ടു. നിങ്ങൾ ഈ ഗായക സംഘക്കാരിങ്ങനെ വളരെ കാതോർത്ത് നിൽക്കുന്നത്, അച്ഛനെക്കുറിച്ച് പറഞ്ഞത് കേട്ടില്ലല്ലോ എന്നുകൂടെ എന്നുള്ള മട്ടിലാണ്. എന്ന് പറഞ്ഞാൽ സമയം പാലിക്കണമെന്നേ അച്ഛൻ പറഞ്ഞുള്ളൂ. മനസ്സിലായത് ഈ കാര്യം. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രഭാഷണം ഇവിടെയില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗങ്ങളിലെല്ലാം അതിൽ സുവിശേഷമായി വായിച്ചു കേട്ടത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ സാരസംഗ്രഹവും നമ്മളുടെ ജീവിതത്തെ ആകമാനം രൂപാന്തരപ്പെടുത്തുന്നതുമായ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവ് തിരുവായി മൊഴിഞ്ഞ് നമ്മളോട് പറഞ്ഞിട്ടുള്ളതും നമ്മളെ എല്ലാം വ്യക്തിപരമായി ഒന്ന് വിശകലനം ചെയ്യുന്നതിനും സഹായകരമായ ഭാഗങ്ങളാണെല്ലാം, വിശേഷാൽ ഈ സുവിശേഷ വേദഭാഗവും. അപ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുള്ള ഉത്തരങ്ങൾ പറയാനുള്ള സമയമല്ല, എങ്കിലും കേൾക്കുക. ഇവിടെ നമ്മൾ വായിച്ച ഭാഗം, ഞാൻ ആദ്യ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ വരും, കാരണം അത്രമാത്രം ഫെമിലിയറായിട്ടുള്ള ഭാഗമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. പ്രാർത്ഥിക്കാം. എപ്പോഴും വചനത്തിലൂടെ ഞങ്ങളുടെ സമീപത്തേക്കും ഞങ്ങളുടെ ഉള്ളിലേക്കും വരികയും പ്രവേശിക്കുകയും ചെയ്യുന്ന വചനമായ ദൈവമേ, നിൻ്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. അത് ഞങ്ങളെ ജീവിപ്പിക്കുന്നതാണ്, പ്രചോദിപ്പിക്കുന്നതാണ്, വെല്ലുവിളിക്കുന്നതാണ്. വചനത്തിൻ്റെ ആ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശിതരാകുവാനും വചനത്തിൻ്റെ വെല്ലുവിളികളെ സത്യസന്ധമായും ആത്മാർത്ഥമായും സ്വീകരിക്കുന്നതിനും അത് സ്വീകരിക്കാനുള്ള ഇച്ഛാശക്തിയും പ്രായോഗികമാക്കുവാനുള്ള വിശ്വാസത്തിൻ്റെ ആഴവും ബലവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് തിരുവചന കേൾവി മുഖാന്തരമാകണമേ. ബലഹീനനായിട്ട് എൻ്റെ വലിയ വാക്കുകൾ നിൻ്റെ മക്കളാകുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ ചിന്തകൾ, നിരൂപണങ്ങൾ അങ്ങയ്ക്ക് സ്വീകാര്യവും പ്രസാദകരവും ആയിരിക്കുകയും ചെയ്യണമേ. ഒന്നാമത്തെ ചോദ്യം, നമ്മൾ സത്യമായും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഡു വി റിയലി ബിലീവ് ഇൻ ഗോഡ്? കേൾക്കാമോ ഗായസംഘക്കാർക്ക്? ഉണ്ടോ? ഉണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങളെല്ലാവരും യോജിക്കുന്നോ ഇല്ലയോ? ഇല്ല. കുറച്ച് പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ട്. ആ മധ്യാകാശത്തിരിക്കുന്നവർ, നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എല്ലാവരും യോജിക്കുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നു, 1% പോലും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഒന്നാമത് വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതുകൊണ്ടാണോ കേൾക്കാഞ്ഞതുകൊണ്ടാണോ? പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. ഈ ഭൂമിയിൽ ഒരു നിക്ഷേപമില്ലാത്ത ഒരു സ്ത്രീക്ക് കൈവക്കാം. അവിടെ പള്ളിയിലിരുന്നെങ്കിലും സത്യം പറയാൻ നമ്മൾ പഠിക്കട്ടെ. നമ്മളൊരു അന്ധമായ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്.
അത് നിങ്ങളുടെ എൻ്റെ ഒരു തെറ്റല്ല. പരമ്പരാഗതമായി നമ്മൾ വിചാരിച്ചിരിക്കുന്നു, പള്ളിയിലിരിക്കുന്നു, നല്ലതാണ്, ഇങ്ങനെയൊക്കെ തോന്നുകയാണ്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം ഒന്ന് ഉറച്ചു പറഞ്ഞേ. എന്നാ? ഭൂമിയിലുള്ളതിൻ്റെ അത്രയും നിക്ഷേപം സ്വർഗത്തിലുണ്ടോ നമുക്ക്? ഞാൻ ഈ അഥവാ നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആക്കിക്കോണം. നമുക്ക് ഉണ്ടോ? കുറച്ച് പറ. ഈ ഞരങ്ങുന്ന ഇത് ഉണ്ടോ ഇല്ലയോ? ഇല്ല. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. നിക്ഷേപം ഇരിക്കും. നമ്മുടെ നിക്ഷേപം ഇരിക്കുന്നിടത്താണ് എന്തിരിക്കുന്നത്? ഇപ്പോൾ ആ മുമ്പിലെ ബെഞ്ചിലിരിക്കുന്ന ആളുകൾ, നിങ്ങളാണല്ലോ ഇവിടുത്തെ പൗരപ്രമുഖർ. നിങ്ങളുടെ വീട്ടിൽ നാളെ ഒരു കല്യാണമുണ്ട്. ഒരു 55 പവൻ വാങ്ങിച്ച് വീട്ടിൽ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ പള്ളിയിലിരിക്കുകയാണ്. കാരണം നാളെ കല്യാണമാണല്ലോ, ദൈവത്തിൻ്റെ സഹായം കൂടെ വേണമല്ലോ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുക. സത്യമായി നിങ്ങളുടെ മനസ്സ് എവിടെ ആയിരിക്കും? നിങ്ങൾ പള്ളിയിലിരുന്ന് സത്യം മാത്രമേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. എവിടെ ആയിരിക്കും? നിങ്ങൾ എന്നാ മിണ്ടാത്തത്? ഈ മുമ്പിലിരിക്കുന്നവർ അവരെ ഒന്ന് സഹായിച്ച് എവിടെ ആയിരിക്കും? എന്നാ പറഞ്ഞേ? വീട്ടിലായിരിക്കും. ഇതേ ഉള്ളൂ ഇതിനുത്തരം. ഇതിന് ഒരുപാട് നമ്മൾ അന്വേഷിച്ചൊന്നും പോകണ്ട. ദൈവമാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ നമ്മുടെ ചിന്ത എവിടെ ആയിരിക്കും? ദൈവത്തിലായിരിക്കും. സ്വർണത്തിലാണ് നിക്ഷേപമെങ്കിൽ മനസ്സെവിടെ ഇരിക്കും? മാർത്തോമാ സഭയുടെ അംഗങ്ങളെ, സ്റ്റോപ്പ് worrying about all the worldly matters, because matter is not ultimate, God is ultimate. ഇത് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം നമ്മളെല്ലാം ദൈവത്തെ ഉപയോഗിക്കുന്നവരാണ്. ദൈവം നമ്മളെ ഉപയോഗിക്കാൻ സത്യമായിട്ടും നമ്മൾ അനുവദിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇവിടെ ഇരിക്കുന്ന ഇത്രയാൾ, ദയവായി കണ്ടു, വെൽക്കം. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകൾ, നമ്മുടെ മുൻ ഭദ്രാസന ട്രഷറർ ഉൾപ്പെടെ പൂർണ്ണമായി ദൈവം ഉപയോഗിക്കാൻ അനുവദിച്ചാൽ നമ്മുടെ ഈ ദേശമൊക്കെ ദൈവരാജ്യത്തിൻ്റെ വെളിച്ചം കിട്ടുമോ ഇല്ലയോ? എന്താ പേരും ഒന്ന് പള്ളി മിണ്ടത്തില്ലയോ? ഉണ്ടാവുമോ? ഉണ്ടാവും. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവവുമായി ബന്ധമുള്ള കാര്യങ്ങളല്ല. നമ്മളിങ്ങനെ ഭക്തി പ്രകടിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നമ്മൾ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ ഒക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. സ്റ്റോപ്പ് യൂസിങ് ഗോഡ്. ട്രൈ ടു ബിക്കം യൂസ്ഫുൾ ഫോർ ഗോഡ്. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കത്തക്കവണ്ണം ദൈവത്തിന് സമർപ്പിക്കുക. അതിൻ്റെ ഏറ്റവും ലളിതമായ റാഷണൽ എന്നാന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും ഈ ജീവിതം നമ്മൾ സൃഷ്ടിച്ചെടുത്തതല്ലല്ലോ. This is not self-created being. We are not self-created being. നമ്മളെ ദൈവം ഒന്ന് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണെന്നൊക്കെ എനിക്ക്. ദൈവത്തിനൊരു പ്ലാനുണ്ട്. നമ്മളെക്കുറിച്ച്, എല്ലാവരെക്കുറിച്ചും ദൈവത്തിനാണ് പ്ലാനുള്ളത്. ആ പ്ലാനാണ് ആത്യന്തികമായിട്ട് നമുക്ക് നല്ലത്. ഇനി ഞാൻ നിങ്ങളോട് ഇവിടെ ഇരിക്കുന്നവരോട് ഒരു ചോദ്യം. നമ്മളുടെ പ്ലാൻ സാധിക്കാൻ ദൈവത്തെ വിളിക്കുകയാണോ, ദൈവത്തിൻ്റെ പ്ലാൻ പൂർത്തീകരിക്കാൻ ദൈവത്തിനെ സമർപ്പിക്കുന്നവരാണോ ഈ കരവാളൂർക്കാർ കൂടുതൽ? നിങ്ങൾക്ക് മലയാളം ഒരുമാതിരി അറിയത്തില്ലേ? ഏതാ? ഇത് നമ്മൾ നിസ്സാരമായി എടുക്കരുത്. നമ്മൾ സത്യമായും ദൈവത്തിന് ഏറെ പ്ലാനുകളുണ്ട്. നമ്മുടെ കണ്ണടയുമ്പോൾ യേശു പറഞ്ഞതുപോലെ നമുക്ക് പറയണം, എല്ലാം പൂർത്തീകരിച്ചു. ആരുടെ ഇഷ്ടം പൂർത്തീകരിച്ചു? നിങ്ങൾ എന്നെ ഒരു ഭൂതത്തെ നോക്കുന്നവർ എന്നെ നോക്കിയിരിക്കുന്നത്. ആരുടെ ഇഷ്ടം പൂർത്തീകരിച്ചു? ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെ, നിങ്ങൾ വിഴുങ്ങണ്ട ഞാൻ പറയുന്നു. പക്ഷേ ഒന്ന് കേൾക്കണം. നമ്മളുടെ കണ്ണടയുമ്പോൾ നമുക്കങ്ങനെ പറയാൻ സാധിക്കുമോ? ദൈവമേ, നീ തന്ന പ്രോജക്റ്റ് എല്ലാം പൂർത്തീകരിച്ചു. നൗ ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ലീവ് ദിസ് വേൾഡ് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് ഒക്കണ്ടേ? സ്ത്രീജനങ്ങൾ ഒക്കണ്ടേ?
അതൊന്ന് ഒപ്പിക്കണ്ടേ? ഒപ്പിക്കണം. നമ്മൾ ഈയിടെ ഒരു ജോസഫ് കെന്നഡി എന്ന് പറയുന്ന ഒരു മഹാനായ ആൾ, വലിയ ആളായിരിക്കും, നമുക്കറിയത്തില്ല അദ്ദേഹത്തെക്കുറിച്ച് ആരാണ്ട്. എനിക്ക് നമ്മുടെ ഈ കല്ലറയിൽ എഴുതി വെക്കാൻ ഈ ആധുനിക മനുഷ്യന് സഹായിക്കുന്ന ഒരു വാചകം അദ്ദേഹം എഴുതിയേക്കാണ്. ഈ ആധുനിക മനുഷ്യനെ നോക്കിക്കൊണ്ട് നമ്മുടെ കല്ലറയിൽ എഴുതി വെക്കാവുന്ന മൃതസ്മാരക വാചകം: hurried, worried and buried. We are in a rat race. വല്ലാതെ നമ്മൾ അങ്ങ് പരക്കം പായുകയാണ്. എന്തിനാണ് പരക്കം പാഞ്ഞത് അറിയാൻ പാടില്ല. വലുതായിട്ട് പരക്കം പായുന്നത് കൊണ്ട് നമ്മൾ വല്ലാതെ ആങ്ഷ്യസ് ആകുകയാണ്. ഇവിടുത്തെ ഒരു പ്രധാന വാക്ക് നിങ്ങൾ വിചാരപ്പെടരുത്. ഡു നോട്ട് ബി ആങ്ഷ്യസ്. ഇവിടെ യാതൊരു ആങ്സൈറ്റിയും ഇല്ലാത്ത 5 വയസ്സിന് മുമ്പുള്ള 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞ്, അമ്മയുടെ കയ്യിലിരുന്ന് പാല് കുടിക്കുന്ന കുഞ്ഞ്, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ദൈവമേ, അമ്മ ഇപ്പോൾ പാല് തരുന്നു, പള്ളിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, വീട്ടിൽ ചെന്നാൽ ഈ തള്ള പാല് തരുമോ എന്ന് വറീഡാവുമോ? ആവുമോ ഇല്ലയോ? ഇതെന്തൊരു കാര്യമായത്? ഇല്ല. ഇന്ന് മുലപ്പാൽ തന്നെ അമ്മ നാളെയും മുലപ്പാൽ തരും എന്നത് വിശ്വസിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വറീഡാകുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, സത്യസന്ധമായി നമ്മുടെ വികാരി അരുണച്ചൻ ഞാൻ പറയുന്നത് കേൾക്കുകയാണോ, ഇത് കഴിഞ്ഞുള്ള പബ്ലിക് മീറ്റിങ്ങിന് എല്ലാവരും സമയത്ത് വരുമോ കാണുമോ എന്ന് ആലോചിക്കുമായിരിക്കും. നിങ്ങളുടെ ഒരു അഭിപ്രായം. നിങ്ങൾക്കൊന്നും ഏതൊരു അഭിപ്രായം എന്തായിരിക്കും ആലോചിക്കുക. ഇന്ന് ഞാൻ അദ്ദേഹത്തെ അതിനുവേണ്ടി ദൈവം തന്നതായിരിക്കും ഈ ഭാഗം. എൻ്റേതല്ലല്ലോ, ഇത് സഭയുടെ ഡിക്ഷണറിയാണ്. വിചാരപ്പെടണ്ട, അന്നേരമുള്ള കാര്യം മതി, ദൈവം നടത്തിക്കോളും. അത് വായിച്ചത് കേട്ടില്ല അന്നേരം. കാരണം എന്നാന്ന് വെച്ചാൽ he was worried. മനസ്സിലായോ? സ്വർണം വീട്ടിലിരിക്കുന്നവര് ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, നിക്ഷേപം വീട്ടിലിരിക്കുകയാണ്. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ, ദൈവം നിക്ഷേപമാകുന്നതാണ് ആത്മീയത. ലോകവും അതിൻ്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകുന്നത് ആത്യന്തികമാണെന്ന് ധരിക്കുന്നതാണ് വിഡ്ഢിത്തം. അതുകൊണ്ട് നമുക്ക് സത്യമായും, എൻ്റെ ചോദ്യം തുടങ്ങിയപ്പോൾ എന്തായിരുന്നു ചോദ്യം? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, പൂർണ്ണമായും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രസ്റ്റ് ചെയ്യുക. He will guide me, He will provide എന്ന് പറയാനായിട്ട് സാധിക്കുന്ന. ഇന്നത്തെ നമ്മുടെ ഈ ക്യാപ്ഷനായിട്ട് സഭ കൊടുത്തിരിക്കുന്നത് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. ഈ ലോകത്തിൽ വലിയ അപകടങ്ങളിൽ പെടാവുന്ന ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം, നമ്മൾ ഈ ദൈവത്തിൻ്റെ കൂടെ നടന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ് എന്നൊക്കെ ധരിച്ച് നടക്കുന്നെങ്കിലും ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്? ആകായ സംഘത്തിൻ്റെ ഇവിടുന്ന് മൂന്നാമതിരിക്കുന്നവർ ആർക്ക് വേണ്ടിയാണ് ഈ വറീഡാകുന്നതും ഇത് ചെയ്യുന്നതെല്ലാം? ദൈവത്തിന് വേണ്ടിയാണോ നമുക്ക് വേണ്ടിയാണോ? പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ ഒക്കത്തില്ല, ഇല്ലേ? നമ്മളിവിടെ പള്ളി വരുന്നത് ആരെയും കുറ്റപ്പെടുത്താനല്ല, പ്രസംഗകൻ ഇരിക്കുന്നവരെ കുറ്റപ്പെടുത്താനോ ഇരിക്കുന്നവർ പ്രസംഗനല്ലല്ല. വി ആർ ഓൾ ഇൻ ദ സെർച്ച് ഓഫ് ഫൈൻഡിങ് മീനിങ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ മീനിങ് കണ്ടെത്തുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് തെളിയിക്കുന്ന ഒരു ശ്രേഷ്ഠ വനിതയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന മേഴ്സി മാത്യു എന്ന ദയാബായി. മേഴ്സി മാത്യു ഞാൻ മനസ്സിലാക്കുന്ന ഒരു ധനിക വീട്ടിൽ സാമ്പത്തിക ശേഷിയുള്ള മേഴ്സി മാത്യു ആയിരുന്നെങ്കിൽ ഒരിക്കലും സിസ്റ്റർ ദയാബായി ആകുകയില്ല. സിസ്റ്റർ ദയാബായി ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ലോകവും അതിൻ്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ്. അൾട്ടിമേറ്റ് ഈസ് ഗോഡ് ആൻഡ് ഷീ ട്രസ്റ്റഡ് ഇൻ ദ ലോർഡ്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്ന ഒരു സൂചന എന്താണെന്ന് ചോദിച്ചാൽ, ദയാബായി എന്ന ഒരു സാമൂഹ്യ പ്രവർത്തക രാജ്യം മുഴുവൻ അറിയുന്ന ഒരു പ്രവർത്തകയായിട്ട് മാറിയത് നമ്മൾ വിചാരിച്ചിരിക്കുന്ന നമ്മളുടെ ജീവിതവും നമ്മുടെ ധനവും നമ്മുടെ പഠിപ്പുമൊക്കെയാണ് വിചാരിച്ചിരുന്നെങ്കിൽ പാലായിലെ ഒരു സാമാന്യം സമ്മർദ്ദമുള്ള വീട്ടിലെ ഒരു വീട്ടമ്മയായിട്ട് ജീവിക്കും.
ഇന്ന് നമ്മൾ കാണുന്നതിൻ്റെ അർത്ഥം ഈ ഒരു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. അതുകൊണ്ട് നമുക്ക് സത്യമായും ദൈവത്തിൽ വിശ്വസിക്കാം. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ദൈവത്തെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ചതിയിൽ നമ്മൾ കിടക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡെലിബറേറ്റ്. നമ്മളതൊരു കുറ്റകരമായി ചെയ്യുന്നതല്ല. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ആത്മീയത എന്നാണ്. ആ ആത്മീയത ദൈവം ഒരു പ്രൊവൈഡറാണ്, ദൈവമെല്ലാം നടത്തുന്നതാണ്, നമ്മൾ ചോദിക്കുന്നതെല്ലാം തരാനിരിക്കുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ദൈവമേ നീ എന്നെ ഉപയോഗിക്കണമെന്ന് പറയാത്തതിൻ്റെ കാരണം ഇതൊന്നും വിടാൻ നമുക്ക് സാധിക്കുന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യേണ്ടത്? രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു മുടുമുടുക്കനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, ഈസ് ദർ ഈസ് ഗോഡ്? ദൈവം ഉണ്ടോ? ദൈവം ഒരു റിയാലിറ്റി ആണോ? ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാമോ? മഹാനായ ഈ രാജ്യം കണ്ട ഏറ്റവും മഹാനായ മനുഷ്യൻ രവീന്ദ്രനാഥ് ടാഗോർ ആ മുടുമുടുക്കനോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. കുട്ടി, ഈവൻ ബിഫോർ യുവർ ബർത്ത് മിൽക്ക് ഹാസ് ബീൻ പുട്ട് ഇൻ ദി ബ്രസ്റ്റ് ഓഫ് യുവർ മദർ. നീ ജനിക്കുമ്പോൾ നിനക്ക് പാല് കിട്ടുമോയെന്ന് നീ ചോദിച്ചിട്ടല്ല ജനിച്ചത്. നീ ജനിക്കുന്നതിന് മുമ്പ് നിന്റെ അമ്മയുടെ മുലപ്പാൽ സൃഷ്ടിച്ച ദൈവമാണ് നിന്നെ ലോകത്തിലേക്ക് അയച്ചത്. ഗോ ആൻഡ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ അമ്മയിൽ മുലപ്പാൽ സൃഷ്ടിച്ച് നമ്മൾ ജനിച്ചു വീഴുമ്പോൾ കുടിക്കത്തക്കവണ്ണം നമ്മെ നോക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അത് പൂർണ്ണമായും മറന്ന് മിൽക്ക് ഞാൻ ഉണ്ടാക്കിയതാണെന്നും എൻ്റെ അമ്മയുടെ മുലയിൽ ഉണ്ടായ മുലപ്പാല് ഞാൻ ജനിച്ച ശേഷം ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയതാണെന്നും ധരിക്കുന്ന അധാർമികവും ദൈവനിന്ദയുമുള്ള ഒരു വിചാരത്തിൽ നിന്ന് ഒരു ദിവ്യ വിചാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം. ലേൺ ടു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. അപ്പോഴാണ് ഒടുവിൽ യേശു പറഞ്ഞത്, മുമ്പേ ഫസ്റ്റ് ദൈവരാജ്യവും എൻ്റെ നീതിയും അന്വേഷിക്കുക. നമ്മൾ ചെയ്യുന്നത് എന്താണ്? മുമ്പേ ലോകരാജ്യവും അതിൻ്റെ മഹത്വവും അന്വേഷിച്ച് നടക്കുകയാണ്. നമുക്കൊരു റിവേഴ്സൽ ഓഫ് ഓർഡർ ആണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ. സത്യമായി നിങ്ങൾ എന്നോട് പിണങ്ങാതിരിക്കുക, ഇതെല്ലാം നിങ്ങൾക്ക് പുതുതല്ല, ഞാൻ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാപട്ടി ആത്മീയതയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ പ്രധാന സോഷ്യൽ വർക്കർ എന്നോട് യോജിക്കുന്നോ ഇല്ലയോ? യോജിച്ചില്ലെങ്കിൽ ഒരു ദോഷവും ഇല്ല, യോജിക്കാതിരുന്നുകൊണ്ട് ഗുണവുമില്ല. അതുകൊണ്ട് ഈ ദിവസം, ഈ ഇടവകയുടെ സുപ്രധാന ദിവസം, ഈ ദേശത്തിന് നമ്മളൊരു അനുഗ്രഹമാകണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം. വിശ്വസിക്കുന്നു എന്ന് പറയുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന, ദൈവത്തെ പരിഹസിക്കുന്ന ഒരു ചതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. ആ രക്ഷ എന്ന് പറയുന്നത് മുമ്പേ ദൈവം, ഫസ്റ്റ് ഗോഡ്, ഇൻ ദി ബിഗിനിങ് ഗോഡ്, ഇൻ ദ ബിഗിനിങ് ഗോഡ് ആൻഡ് ഹി ക്രിയേറ്റഡ്. നമ്മൾ എപ്പോഴും പറയേണ്ട വാക്കിതാണ്, ഇൻ ദ ബിഗിനിങ് ഗോഡ്. എൻ്റെ ജീവിതത്തിൽ ഒന്നാമത് ദൈവം. നമ്മുടെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഒരു വാക്ക് എപ്പോഴും അദ്ദേഹത്തെ കാണാൻ ചെയ്യുന്ന യങ് ലോയേഴ്സ് പെൺകുട്ടികളോട്, കേരളത്തിൽ നിന്ന് അവരോട് അദ്ദേഹം ഡൽഹി വെച്ച് പറഞ്ഞ് അദ്ദേഹത്തോട് കുട്ടികൾ ചോദിച്ചു, അങ്ങ് വലിയ വിധി പ്രഖ്യാപിക്കാൻ പോകുന്ന ദിവസങ്ങളെല്ലാം 2 കുർബാന കണ്ടേച്ചാണ് പോകുന്നതെന്ന് കേൾക്കുന്നുണ്ട്, ശരിയാണോ? അദ്ദേഹം പറഞ്ഞു, 2 ഉള്ള സമയമുള്ളൂ, അല്ലെങ്കിൽ അത് കൂടുതൽ പോയത്. അവർ കുട്ടികൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒടുവിൽ പറഞ്ഞു, നമ്മളെല്ലാവരും കേൾക്കാൻ നമുക്ക് വിശ്വാസം തോന്നുന്ന ഒരു കാര്യമാണ്, എവരിത്തിങ് പ്ലസ് ഗോഡ്. എല്ലാത്തിൻ്റെയും കൂടെ എന്ത് വേണം? കേൾക്കുന്നില്ലേ? ഇത് ശബ്ദത്തിൻ്റെ പ്രശ്നമുണ്ടോ? അതൊക്കെ കേൾക്കാമോ? എവരിത്തിങ് പ്ലസ് ഗോഡ്. ഇത് നല്ലതാണോ അല്ലയോ, ചീത്തയാണോ? അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണോ വേണ്ടായോ? എവരിത്തിങ് പ്ലസ് ഗോഡ്, എല്ലാത്തിൻ്റെയും കൂടെ ദൈവത്തിൻ്റെ സഹായം നിനക്ക് വേണമെന്ന് പഠിപ്പിക്കണോ വേണ്ടായോ? ഒരൊറ്റ എണ്ണം പഠിപ്പിച്ചേക്കരുത്. ഇറ്റ് ഈസ് നോട്ട് എവരിത്തിങ് പ്ലസ് ഗോഡ്, ഇറ്റ് ഈസ് ഗോഡ് പ്ലസ് എവരിത്തിങ്. God is first, in the beginning God.
ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരെ നിങ്ങളെ പറഞ്ഞിട്ടുള്ളവരായിരിക്കും, ഉറപ്പാക്കിയിരിക്കണം. എന്താ ഉറപ്പാക്കേണ്ടത്? ദൈവത്തെ കൂട്ടുപിടിച്ചോണം. അങ്ങനെയല്ല, ഒന്നാമത് ദൈവം, ബാക്കി ഗോഡ് പ്ലസ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ, നിങ്ങൾ പ്രായമുള്ളവർ നിങ്ങളുടെ മക്കൾ അവരുടെ മക്കളായി അവരോട് പറയണം, നിങ്ങളുടെ മക്കളോട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. എവരിത്തിങ് പ്ലസ് ഗോഡ് അല്ല, ഗോഡ് പ്ലസ് എവരിത്തിങ്. കാരണം ഈ ജന്മം നമ്മൾ നേടിയെടുത്തതല്ല. ഈ ജന്മം ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മളെ ലോകത്തിലാക്കിയിരിക്കുകയാണ്. നമുക്ക് ഈ ഭക്തിക്ക് ഒരു റീഡെഫിനിഷൻ കൊടുക്കണം. ഈ കാപട്യത്തിൻ്റെ ഭക്തി, ദൈവത്തെ ഉപയോഗിക്കുന്ന സ്വഭാവവും മാറ്റി ദൈവം നമ്മളെ ഉപയോഗിച്ചാൽ, അവിടെ ഇരിക്കുന്ന നിങ്ങളിലെ കുറച്ച് ചെറുപ്പക്കാരാണ്, നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദൈവം ഉപയോഗിക്കാൻ അനുവദിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു മേഴ്സി മാത്യുവിൽ നിന്ന് ഒരു ദയാബായി എന്ന സംരക്ഷക ഉണ്ടാകണോ? നമുക്ക് ഉണ്ടാകണോ? അതോ ഇങ്ങനെ ഇരുന്ന് എന്ത് തിന്നും എന്ത് കുടിക്കും, ഇതൊന്നും എൻ്റെ വാക്കല്ല, യേശു ക്രിസ്തു പറഞ്ഞാണ്. എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന ശരീരത്തിനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ജീവനായിക്കൊണ്ടു എന്ന് മനസ്സിലായോ? ഈ ഉടുപ്പിനെ കുറിച്ച് വറിയിടാവുന്ന നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും, ഒരു ശരീരമുള്ളത് കൊണ്ടല്ലേ ഒരു ഉടുപ്പിടാൻ ഒക്കുന്നത്? ദിസ് ബോഡി ഈസ് നോട്ട് യുവർ ക്രിയേഷൻ. ഒരു ശരീരം ഉള്ളത് കൊണ്ടല്ലേ. ഒരപ്പനോട് കൊച്ചൻ അവന് അഡിഡാസ് ഷൂസ് തന്നെ വേണം. പാവപ്പെട്ട അപ്പൻ പറഞ്ഞു, മോനെ ഈ മാസം ഒക്കുകയില്ല, കിട്ടിയതെല്ലാം തീർന്നു, കൂലിപ്പണിക്കാരല്ലേ നമ്മൾ. ഇല്ല, അവന് കൂട്ടുകാർക്കെല്ലാം അഡിഡാസ് ഷൂസ് ഉണ്ട്. അപ്പൻ പറഞ്ഞു, കുഞ്ഞെ പണം ഇല്ലാതെ എങ്ങനെ നമ്മൾ വാങ്ങിക്കും? അവൻ പിണങ്ങി. ഇപ്പോഴത്തെ സോക്കേടതാണല്ലോ, പിണങ്ങിയ ഉടനെ അങ്ങ് ഇറങ്ങുക, വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു ബസ് വന്ന് നിർത്തുന്നു. ഈ താഴെ നിന്നതിൽ ഒരാൾ അതിൽ കയറാൻ നോക്കുകയാണ്. ഏതാണ്ട് ഇവൻ്റെ പ്രായമുള്ള ഒരു കൊച്ചനാണ്. അവന് 2 പാദങ്ങളുമില്ല കാലിൽ. അവൻ കൈ താഴെ കുത്തി ഈ വണ്ടിയിലോട്ട് കയറുകയാണ്. ഇവനൊരു നല്ല കുട്ടി കൂടെ ആയിരിക്കും. അതുകൊണ്ട് അവൻ്റെ മനസ്സിൽ വന്നു, ദൈവമേ, അപ്പൻ ഇന്ന് തന്നെ അഡിഡാസ് ഷൂസ് വാങ്ങിച്ചാൽ, ഇവന് വാങ്ങിച്ചു കൊടുത്താൽ അവൻ ഇടാനൊരു കാലില്ലല്ലോ, പാദമില്ലല്ലോ. എനിക്ക് നാളെ കിട്ടിയാലും ഇടാനൊരു പാദമുണ്ടല്ലോ. നമുക്ക് കുറച്ച് പച്ചയായ മനുഷ്യരാണ്. ഈ ലോകത്തെയൊക്കെ കാണണം. മക്കളെ അങ്ങനെ പഠിപ്പിക്കണം. എല്ലാ അമ്മമാരും അപ്പന്മാരും നിങ്ങളുടെ മക്കളെയെല്ലാം അടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ ദുഃഖവും വേദനയും കാണണം. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്നിട്ട് പറയണം, ഒരു നാളിൽ കുഞ്ഞെ നീ ഒരു ഡോക്ടറാകണം, ആരുമില്ലാത്തവന് നീ തുണയാകണം. ഇങ്ങനെയുള്ള നമുക്കൊരു മനുഷ്യരായി തീരാൻ 2-3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സത്യമായി നമ്മൾ സുവിശേഷത്തെ കാണും. നമുക്കിഷ്ടമുള്ളതുപോലെ സുവിശേഷത്തെ കാണരുത്. സുവിശേഷം പറയാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ വലിയ വൈരുദ്ധ്യങ്ങളുണ്ടാവും. ഈ ലോകത്തിലെ നേട്ടത്തെക്കാൾ വരും ലോകത്തിലെ നേട്ടത്തെക്കുറിച്ചുള്ള ഒരു റിവേഴ്സൽ ഓഫ് തിങ്കിങ് നമുക്ക് ഉണ്ടാവും. ആ ദൈവരാജ്യം, ഫസ്റ്റ് യു സീ കിങ്ഡം, ആദ്യം ദൈവം പ്ലസ് എവരിത്തിങ് എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. ദേശം അനുഗ്രഹിക്കപ്പെടും, വീടുകൾ അനുഗ്രഹിക്കപ്പെടും, വലിയ വലിയ സമാധാനം ഈ ലോകത്തിലുണ്ടാവും, വീടുകളിലുണ്ടാവും, ഇടവകളെല്ലാം നന്നാവും, ഇടവകളിൽ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമുണ്ടാവും. രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ വാക്ക് നമുക്കൊരു തുണയായിരിക്കട്ടെ. കുഞ്ഞെ, നീ ജനിക്കുന്നതിന് മുമ്പേ നിന്റെ അമ്മയുടെ ശരീരത്തിൽ മുലപ്പാൽ സൃഷ്ടിച്ച് ആ മുലപ്പാൽ നിനക്ക് കുടിക്കാൻ പാകമായപ്പോൾ മാത്രമാണ് ഈ ലോകത്തിലേക്ക് വന്നത്. യു ലേൺ ടു ട്രസ്റ്റ്. ലെറ്റ് us learn to trust in the Lord.